നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായം. ശ്രീകൃഷ്ണന്റെ ദ്വാരകാ പ്രവേശം. സൂത ഉവാച ആനർത്താൻ സ ഉപവ്രജ്യ ശ്രദ്ധാൻ ജനപദാൻ സ്വകാൻ ദദ്മോദരവരം തേഷാം വിഷാദം ശമയന്നിവ. സൂതൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ സമൃദ്ധങ്ങളായ ആനർത്തദേശങ്ങളെ സമീപിച്ചിട്ട് വളരെ കാലമായി തന്നെ പിരിഞ്ഞിരിക്കുന്ന അവരുടെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി തൻ്റെ വരവ് അറിയിക്കാനായി ശ്രേഷ്ഠമായ ശംഖനാദം മുഴക്കി. സ ഉച്ചകാശേതവളോദരോ ധരോപ്യരുക്രമസ്യാദരശോണശോണിമ ദാത്മായമാനക്കരകഞ്ചസമ്പുടേ യഥാബ്ജഷണ്ഡേ കളഹംസ ഉത്സന. നല്ല വെളുത്ത നിറമുള്ള വയറോട് കൂടിയതാണെങ്കിലും കൃഷ്ണൻ അത് ഊതുമ്പോൾ ചുണ്ടുകളുടെ ചുവപ്പു നിറത്തിൻ്റെ വ്യാപ്തിയാലും കരപത്മത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ചെന്താമരപ്പൂക്കളുടെ മധ്യത്തിൽ രാജഹംസം ഇരിക്കുന്നു എന്ന പോലെ ശോഭിച്ചു. തമുപശ്രുത്യനിനദം ജഗൽഭയഭയാവഹം പ്രത്യുദ്യയോ പ്രജാ സർവ ഭർത്തൃദർശനലാലസ. ലോകർക്ക് ഭയം ജനിപ്പിക്കുന്ന, അസുരന്മാർക്കും ഭയത്തെ ജനിപ്പിക്കുന്ന ആ ശംഖനാദം സമീപത്ത് കേട്ടിട്ട് സ്വാമിയുടെ ദർശനം കിട്ടണമെന്ന താല്പര്യത്തോടെ സർവജനങ്ങളും എതിരേറ്റു വന്നു. തത്രോപനീതബലയോ രഭേദീവ വിവാദൃത ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യത പ്രീത്യുൽപുല്ലമുഖാ പ്രോജുർ ഹർഷകൽ ഗതയാ ഗിര പിതരം സർവസുഹൃതമവിതാരമിവാർഭക. അവിടെ എല്ലാറ്റിനോടും പ്രകാശിപ്പിക്കുന്ന സൂര്യനു നേരെ ദീപം കാണിക്കുന്നത് പോലെ ആദരവോടെ കാഴ്ചദ്രവ്യങ്ങളും കൊണ്ടുവന്ന് സമർപ്പിച്ച് ഭഗവാന്റെ ദർശനം കിട്ടിയല്ലോ എന്നുള്ള പ്രീതി കൊണ്ട് വികസിച്ച മുഖങ്ങളോടുകൂടി നിന്നു. സുഹൃത്തും രക്ഷിതാവുമായ ഭഗവാനോട് മക്കൾ പിതാവിനോടെന്ന പോലെ സന്തോഷാധിക്യത്താൽ തൊണ്ട ഇടറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നദാസ്മദേ നാദ സദാംഗ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാല പ്രഭവേത് പരപ്രഭു. ഹേ നാഥ, ബ്രഹ്മാവ്, ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ, ഇന്ദ്രൻ തുടങ്ങിയവരാൽ സദാ വന്ദിക്കപ്പെടുന്നവനും ഇഹലോകത്ത് സുഖം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ആശയവുമായ നിന്ദ്രോടിയുടെ പാദകമലങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു. പരമപ്രഭുവായിരിക്കുന്ന അങ്ങേക്ക് കാലം പ്രഭുവായിരിക്കുകയില്ലല്ലോ. ഭഗവാൻ സകലരുടെയും പ്രഭുവാണ്, അതിനാൽ കാലത്തിനും അതീതനാണ് എന്ന് സാരം. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത്പതിപ്പിത ത്വം സൽഗുരുർന്ന പരമം ജദൈവതം യസ്യാനുവൃത്യ ഹൃദിനോ ബഭൂവിമ. ഹേ വിശ്വഭാവന, അവിടുന്ന് ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവും മാതാവും പിതാവും സൽഗുരുവും സുഹൃത്തും ബന്ധുവും പരമദൈവതവുമാണ് അങ്ങ്. അങ്ങയെ അനുവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ കൃതാർത്ഥരായിരിക്കുന്നു. അഹോ സനാഥാഭവദാസ്മയദ്വയം ത്രൈപിഷ്ടപാനാമഭിദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനണം പശ്യേമരൂപം തവ സർവസൗഭകം. ഭഗവാനെ, അങ്ങയെ ആശ്രയിച്ചതിനാൽ ഞങ്ങൾ സനാഥരായി തീർന്നു. ദേവന്മാർക്ക് കൂടി ദർശിക്കാൻ പ്രയാസമായതും പ്രേമപൂർവമായ മന്ദഹസത്തോടും കരുണ സൂചിപ്പിക്കുന്ന നയനങ്ങളോടുമുള്ള ആ മുഖത്തെയും എല്ലാ അവയവങ്ങളിലും സൗന്ദര്യം തികഞ്ഞതുമായ അങ്ങയുടെ സ്വരൂപത്തെ ഞങ്ങൾ കാണുന്നു. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ നാം നാഥനുള്ളവരായി ദേവന്മാർക്ക് പോലും എപ്പോഴും നേരിട്ട് കാണാൻ പ്രയാസകരമായ ഭഗവാന്റെ സുന്ദരമായ പ്രത്യക്ഷ ദർശനം എപ്പോഴും കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്തിരിക്കുന്നു? അതുതന്നെ മുക്തിദായകം. യർഹ്യംബുജാക്ഷാപസസാരഭൂ ഭവാൻ കുര്യന്മധൂൻവാദ സുഹൃദ്ദുക്ഷയ തത്രാബ്ദകോടി പ്രതിമക്ഷണോ ഭവേത് രവ്യം വിനാഷ്ണോ രിവനസ്തവച്യുത. ഹേ അംബുജാക്ഷ, അവിടുന്ന് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുവാനായി കുരുക്ഷേത്രത്തിലേക്കോ മധുരാപുരിയിലേക്കോ പോകുമ്പോൾ സൂര്യനില്ലാത്ത സമയത്ത് കണ്ണുകളിൽ അന്ധകാരം എന്ന പോലെ തോന്നുന്നു. അപ്പോൾ അവിടത്തെ സംബന്ധിച്ച ക്ഷണനേരം ഞങ്ങൾക്ക് കോടി വർഷം പോലെയും അനുഭവപ്പെടുന്നു.
ഇതി ചോദീരിതാവാച പ്രജാനാം ഭക്തവത്സല ശുണ്ണാനോനുഗ്രഹം ദൃഷ്ട്യാ വിധന്വൻ പ്രാപിശത്പുരീം. പ്രജകളുടെ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ നേത്രങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ശേഷം ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു. മധുഭോജദശാർഹാർഹ കുകുരാന്തക വിഷ്ണുഭിः ആത്മതുല്യബലേ ഗുപ്താം നാഗേ ഭോഗവതീമിവ. ഭോഗവതി നഗരത്തെ നാഗങ്ങൾ എന്ന പോലെ ദ്വാരകാപുരത്തെ അതുല ബലശാലികളായ മധുക്കളും ഭോജന്മാരും ദാസാർഹന്മാരും അർഹന്മാരും കുകൂരന്മാർ അന്തകന്മാർ വിഷ്ണികൾ എന്നിവരാലും പരിപാലിക്കപ്പെട്ടു. ഇവരെല്ലാം തുല്യ ബലശാലികൾ ആയിരുന്നു. ഭോഗവതി എന്നാൽ നാഗലോകം. പാടലവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന മറ്റൊരു ഭോഗവതിയുമുണ്ട്. യയാതിയുടെ പുത്രൻ യദുവിൽ നിന്നാണ് യദുവംശം ഉണ്ടാകുന്നത്. യദുവംശത്തിലെ കാർത്തവീര്യാർജുനന്റെ പുത്രനായ മധുവിന്റെ പിൻതലമുറക്കാര് മധുക്കള്. മധുവിന്റെ പുത്രൻ വിഷ്ണിയിൽ നിന്ന് വിഷ്ണികളുണ്ടായി. യദുവിന്റെ തലമുറയിൽപ്പെട്ട ഭോജനിൽ നിന്ന് ഭോജന്മാരുണ്ടായി. കൃഷ്ണിയുടെ പുത്രനായ ചിത്രരഥന്റെ മകനാണ് കുകുരൻ. കുകുരന്റെ പിൻതലമുറക്കാരാണ് കുകുരന്മാര്. യാദവരിൽ ഒരുവനായ ദാശാർഹന്റെ തലമുറക്കാരാണ് ദാശാർഹന്മാര്. വിഷ്ണുവംശത്തിലെ സാത്വതന്റെ പുത്രൻ അന്തകന്റെ അന്തകന്മാർ. ഇവരെല്ലാം ഓരോരോ ദേശത്തും ഭരിച്ചു വസിച്ചിരുന്നവരും തുല്യ ബലശാലികളും ആയിരുന്നു. സർവർത്തോ സർവവിഭവ പുണ്യവൃക്ഷലതാശ്രമേ ഉദ്യാനോപവനാരാമേ ഹൃദപത്മാകരശ്രിയം. സർവ്വഋതുക്കളിലും സർവ്വവിഭവങ്ങളോടും കൂടിയ ഫലവൃക്ഷങ്ങൾ, ഉദ്യാനങ്ങൾ, ലതാഗ്രഹങ്ങൾ എന്നിവയുള്ള ഉദ്യാനങ്ങൾ, ഉപവനം, ആരാമം എന്നിവകൾ ഉള്ളതും താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകങ്ങളും കൊണ്ട് ശോഭനമായിരുന്നു. ഗോപുരദ്വാരമാർഗേഷു കൃതകൗതുകതോരണം ചിത്രധ്വജ പതാകാഗ്രേ അന്തഃപ്രതിഹതാതപാം സമ്മാർജിത മഹാമാർഗാരത്യ വണഗജധ്വരാം സിക്താം ഗന്ധജലേരൂക്താം ഫലപുഷ്പാക്ഷതാങ്കുരേ. നഗരത്തിലേക്കുള്ള ഉത്തുംഗമായ പ്രവേശന ഗോപുരങ്ങളിലും ഭവനങ്ങളിലേക്കുള്ള ദ്വാരമാർഗങ്ങളിലും പാതകളിലുമെല്ലാം ഉത്സവ സൂചകമായി കെട്ടിയിരുന്ന കൊടിതോരണങ്ങളും നാനാവിധത്തിലുള്ള ധ്വജങ്ങളും കൊണ്ട് വെയിൽ കടക്കാതെ തണലേകുന്നതായിരുന്നു. നന്നായി അടിച്ച് ശുദ്ധമാക്കപ്പെട്ട രാജവീഥികൾ, അങ്ങാടി തെരുവുകൾ, തിരുമുറ്റങ്ങളോടുകൂടിയ ഭവനങ്ങൾ എന്നിവ സുഗന്ധത്താൽ പൂരിക്കപ്പെട്ടതും ആയിരുന്നു. ദ്വാരിദ്വാരീഗ്രഹാണാം ദധ്യക്ഷതവലേക്ഷുഭി അലങ്കൃതാം പൂർണ്ണകുംഭീർ ബലബന്ധൂപദീപകേ. വീടുകളുടെ പ്രവേശന ദ്വാരങ്ങൾ തോറും സുഗന്ധജലത്താൽ നനയ്ക്കപ്പെട്ടതും പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, തളിരുകൾ, ഫലങ്ങൾ, കരിമ്പ്, പൂർണ്ണകുംഭങ്ങൾ, നിവേദ്യങ്ങൾ, ധൂപം, ദീപം ഇവയാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. നിശമ്യ പ്രേഷ്ഠമായ അന്തം വസുദേവോ മഹാമനാഹ അക്രൂരശോഗ്രസേനശ്ച രാമശ്ച അത്ഭുത വിക്രമ പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതീ സുത പ്രഹർഷവേഗോച്ഛ്വസിത ശയനാസനഭോജന വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളേ ശംഖദൂരനിനാദേന ബ്രഹ്മഘോഷേണ ജാതൃത പ്രത്യുജഗ്മോരതേ ഹൃഷ്ട പ്രണയാഗതസാധുസാഹ. തൻ്റെ പ്രിയപുത്രൻ വരുന്നുവെന്ന് കേട്ട് മഹാമനസ്കനായ വസുദേവൻ, അക്രൂരൻ, അത്ഭുത വിക്രമനായ ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ, ജാംബവതീസുതനായ സാമ്പൻ തുടങ്ങിയവരോടൊപ്പം ശയനം, ആസനം, ഭക്ഷണം എന്നിവ ഉപേക്ഷിച്ച് മംഗളപദാർത്ഥങ്ങൾ എടുത്ത് മുമ്പേ നടക്കുന്ന ബ്രാഹ്മണരോടൊപ്പം എതിരേൽക്കാൻ പുറപ്പെട്ടു. ശ്രേഷ്ഠനായ ആനയെ മുൻനിർത്തി ശംഖം, തൂര്യം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടും വേദഘോഷങ്ങളോടും കൂടി ആദരവ്, സന്തോഷം, സ്നേഹം എന്നിവ കൊണ്ടുള്ള സംഭ്രമത്തോടെ എതിരേറ്റു വന്നു. വാരമുഖ്യാശ്ച ശതശോ യാനൈസ്തദർശനോത്സുക ലസത്കുണ്ടല നിർബാധ കപോല പതനശ്രിയ നടനർത്തകഗന്ധർവാസൂതമാഗതവന്ദിന ഗായന്തി ചോത്തമ ശ്ലോക സരിതാൻ അത്ഭുതാനിജ. നൂറുകണക്കിന് വാരസ്ത്രീകൾ ഭഗവാന്റെ ദർശനത്തിൽ ഉത്സുകരായി തിളങ്ങുന്ന കുണ്ടലങ്ങളുടെ കാന്തിയാൽ ശോഭിക്കുന്ന കവിൾത്തടങ്ങളുടെ മുഖശ്രീയോടുകൂടി വന്നു ചേർന്നു. അവരോടുകൂടി നടന്മാർ, നർത്തകന്മാർ, ഗായകർ, സൂതന്മാർ, മാഗധന്മാർ, വന്ദികൾ എന്നിവരെല്ലാം അകമ്പടി സേവിക്കുക മാത്രമല്ല ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ആശ്ചര്യകരമായ ചരിതങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം
യഥാ വിദ്യുപസംഗമ്യ സർവേഷാം മാനമാദദേ പ്രഹ്വാഭിവാദനാശേഷ കരസ്പർശസ്മിതീക്ഷണേ ആശാസ്യാചാശ്വഭാഗേഭ്യോ വരൈശ്ചാഭിരതേർവിഭു ആശാസ്യാചാശ്വഭാഗേഭ്യോ വരൈശ്ചാഭിമതേർവിഭു. ആ ഭഗവാൻ വാസുദേവൻ അവിടെ വന്ന് കാത്തിരുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ എത്തി അവരുടെ അടുത്തേക്ക് സാദരം ചെന്നിട്ട് ചിലരെ അഭിവാദ്യം ചെയ്തും ചിലരെ ആലിംഗനം ചെയ്തും മറ്റു ചിലരെ വണങ്ങിയിട്ടും ചിലരുടെ കയ്യിൽ സ്പർശിച്ചിട്ടും ചിലരുടെ നേരെ മന്ദഹാസം തൂകിയും കടാക്ഷിച്ചും എല്ലാവരെയും മാനിച്ചു. ആരെയും അവഗണിച്ചില്ല. ചണ്ടാളന്മാർ വരെ സർവരും മാനിക്കപ്പെട്ടു. എല്ലാവരും സന്തോഷിച്ചു. സ്വയം ച ഗുരുഭിർവിപ്രേ സദാ രേസ്തവിരൈരഭി ആശീർഭേർയുജ്യമാനോന്യർ വന്ധ്യവിശ്ചാവിശത്പുരം. ഭാര്യമാരോടുകൂടി വൃദ്ധന്മാർ, ഗുരുക്കന്മാർ, ബ്രാഹ്മണർ, വന്ദികൾ ഇവരുടെ ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു. രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രീയ അർമ്യാണ്യാരുരുഹോർവിപ്ര തദീക്ഷണ മഹോത്സവ. ഹേ മുനെ, ശ്രീകൃഷ്ണൻ രാജമാർഗത്തിൽ പ്രവേശിച്ച സമയത്ത് ദ്വാരകയിലെ കുലസ്ത്രീകൾ ഭഗവാന്റെ ദർശന മഹോത്സവത്തിനായി മാളികകളുടെ മുകളിലേക്ക് കയറി. നിത്യം നിരീക്ഷമാണാനാം യദവി ദ്വാരകൗകസാം നൈവ തൃപ്യന്തി ദൃശ ശ്രീയോധാമാംഗമച്യുതം. ശ്രീദേവിയുടെ ഇരിപ്പിടമായ ശരീരത്തോടുകൂടിയ കൃഷ്ണനെ നിത്യവും കാണുന്നവരാണ് എങ്കിലും ഭഗവാന്റെ ദർശനത്തിൽ അവരുടെ ദൃഷ്ടികൾ പൂർണ്ണ തൃപ്തി പ്രാപിക്കുന്നില്ല. ശ്രീയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ മാറിടം ലക്ഷ്മീദേവിയുടെ നിവാസസ്ഥാനം, മുഖം ജനങ്ങളുടെ കണ്ണുകൾക്ക് സൗന്ദര്യം പാനം ചെയ്യാനുള്ള സ്ഥലം, കൈകൾ ഇന്ദ്രാദി ലോകകരുടെ വാസസ്ഥാനം, പാദകമലം ശ്രീകൃഷ്ണ മഹാത്മ്യം പാടി നടക്കുന്ന ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഇത്രയും മഹാത്മ്യമുള്ള ആ ദിവ്യ വിഗ്രഹത്തെ നിത്യവും കാണുന്നവരാണ് എങ്കിലും കണ്ടത് മതിയായില്ല എന്ന് തോന്നുന്നതിൽ ആശ്ചര്യമില്ല എന്ന് സാരം. സിതാതപത്രവ്യജനേരുപസ്കൃത പ്രസൂനവർഷേരവിവർഷിതപതി വിശങ്കവാസാവനമാലയാ ഭവോ കനോയതാർക്കോടുപജാപവൈദ്യുതേ. ശ്രീകൃഷ്ണൻ എഴുന്നള്ളുന്നു. തലയ്ക്കു മീതെ പിടിച്ച വെൺകൊറ്റക്കുട, ഇരുവശങ്ങളിലും നിന്ന് വീശപ്പെടുന്ന വെൺചാമരങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ടവനും വീതിയിൽ 4 ഭാഗത്തു നിന്നും പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടവനും അണിഞ്ഞിരിക്കുന്ന മഞ്ഞപ്പട്ട്, വനമാല, സൂര്യൻ, നക്ഷത്രസഹിതനായ ചന്ദ്രൻ, മഴവില്ല്, മിന്നൽ പിണർ എന്നിവയാൽ ശോഭിക്കുന്നവനും ആയിരുന്നു. പ്രവിഷ്ടസ്തോ ഗ്രഹം പിത്രോ പരിഷ്വക്തസ്വമാതൃഭിഃ വവന്ദേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുദ. നഗരവീഥികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ മാതാപിതാക്കന്മാരുടെ ഭവനത്തിന് മുന്നിലെത്തിയപ്പോൾ അമ്മമാർ വന്ന് ആലിംഗനം ചെയ്തു. ദേവകി മുതലായ അമ്മമാരെ ദണ്ഡനമസ്കാരം ചെയ്തു സന്തോഷത്തോടെ വന്ദിച്ചു. വസുദേവരുടെ 7 പത്നിമാരെയും അമ്മമാരായി കൃഷ്ണൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. താ പുത്രമംഗമാരോപ്യ സ്നേഹസ്നുതമയോദര ഹർഷബിഹ്വലിതാത്മാന തിഷജോർനേത്രജേർജലേഹി. വളരെ നാളുകൾക്ക് ശേഷം പുത്രനെ കണ്ടപ്പോൾ സ്നേഹത്താൽ ഒഴുകിയ മുലപ്പാലോടും സന്തോഷപരവശമായ മനസ്സോടുകൂടിയും അവർ പുത്രനെ മടിയിലിരുത്തി ആനന്ദബാഷ്പത്താൽ ആലിംഗനം ചെയ്തു. അതാ വിശസ്വഭവനം സർവകാമമനുത്തമം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി ഷോഡശ. അതിനുശേഷം ആഗ്രഹിക്കത്തക്ക സർവവും ഉൾപ്പെട്ടതും അത്യുത്തമവുമായ സ്വന്തം രാജധാനിയിൽ പ്രവേശിച്ചു. അവിടെ 16,108 ഭാര്യമാരും അവർക്കെല്ലാം കൊട്ടാരവും ഉണ്ട്. പത്ന്യാപതിം പ്രോഷ്യ ഗ്രഹാനുപാഗതം വിലോക്യ സംജാതമനോ മഹോത്സവ ഉത്തസ്തുരാരാ സഹസ്രാസനാശയ സാകം വ്രതേ വീഡിതലോചനാനന. അന്യദേശങ്ങളിൽ വസിച്ചിട്ട് മടങ്ങിയെത്തുന്ന ഭർത്താവിനെ ദൂരെ കണ്ടപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷ മഹോത്സവത്തോടുകൂടിയും നേത്രങ്ങളിലും കണ്ണുകളിലും പ്രകാശിച്ച ലജ്ജയോടുകൂടിയും അവരവരുടെ അന്ധകരണത്തിൽ ഉയർന്നതും വ്രതത്തിൽ നിന്നുണർന്ന ശുദ്ധിയോടെയും പെട്ടെന്ന് എഴുന്നേറ്റ് കടക്കണ്ണുകൊണ്ട് നോക്കി നിന്നു. അന്ധകരണത്തിൽ നിന്ന് ഉയർന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അന്ധകരണവും അതിൻ്റെ വൃത്തികളും ഭഗവാനെ കാണുന്നതിന് തടസ്സമാണ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്.
വ്രതത്തിൽ നിന്ന് ഉയർന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഭർത്താവ് സ്ഥലത്തില്ലാതിരുന്നതിനാൽ വേഗം മടങ്ങി വരാൻ അവർ വ്രതം നോറ്റിരുന്നു എന്ന് സ്ഥാനം. തമാത്മജേ ദൃഷ്ടിഭിരന്തരാത്മന ദുരന്തഭാവ പരിരേഭിരേപതിം നിരുദ്ധമപ്യാസവദംബുനത്രയോർ വിലജ്ജതീനാം. ഭൃഗുവര്യ വൈക്ലവാദ്. ഹേ ഭൃഗുവര്യ, ഗംഭീരമായ അഭിപ്രായത്തോടു കൂടിയ സ്ത്രീകൾ 16,108 പേരും ഭർത്താവിനെ ഹൃദയം കൊണ്ട് കണ്ണുകൾ കൊണ്ടും പുത്രന്മാരെ എന്ന വ്യാജേനയും ആലിംഗനം ചെയ്തു. ലജ്ജയോടുകൂടി അവരുടെ നേത്രങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചിട്ടും നിൽക്കാതെ അല്പം കണ്ണീരൊഴുകി. ശ്രീകൃഷ്ണനെ കാണാതിരുന്ന് കണ്ടപ്പോൾ ദൂരത്ത് വെച്ച് മനസ്സുകൊണ്ടും അടുത്ത് കണ്ണുകൊണ്ടും സമീപത്തെത്തിയപ്പോൾ പുത്രനെ മടിയിലിരുത്തിയും ആലിംഗനം ചെയ്തു. തങ്ങളുടെ ധൈര്യമില്ലായ്മയിൽ ലജ്ജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അല്പം കണ്ണീരൊഴുകിയത് എന്നാണ് പറയുന്നത്. യത്യപ്യസോപാർഷഗതോ മഹോഗതസ്തഥാഭ്യുതസ്യാംഗ്രിയുഗം നവം നവം പദേ പദേ കാവിരമേതൽപദ ചലാഭിയശ്രീർണ ജഹാദികർഹിച്ചിത്. ഈ കൃഷ്ണഭഗവാൻ ഭാര്യമാരുടെ അടുത്തിരുന്നാലും രഹസ്യസ്ഥാനത്ത് ഒരുമിച്ചിരുന്നാലും അവർക്ക് ഭഗവാന്റെ പാദപത്മങ്ങൾ ഏറ്റവും പുതുമയുള്ളതായിട്ട് തോന്നും. അങ്ങനെ ഇരിക്കുന്ന ആ പാദത്തെ സ്മരിക്കാതിരിക്കാനും പിരിഞ്ഞിരിക്കാനും ആരെക്കൊണ്ട് സാധിക്കും? ലക്ഷ്മി ദേവി ചഞ്ചല എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ പാദകമലത്തെ ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഏവം ധ്രുവാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിദായ വൈരം ശ്വസനോ യഥാനലം മിതോപതേനോ ഭരതോ നിരായുധ. ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കാൻ ജന്മമെടുത്തവരും അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടി ഭൂമിയിൽ വ്യാപിച്ചവരും തേജസ്സുള്ളവരുമായ രാജാക്കന്മാർക്ക് തമ്മിൽ ശത്രുതയുണ്ടാക്കി കാറ്റ് മുളകൾ തമ്മിൽ ഉരസി അതിൽ നിന്നുണ്ടാകുന്ന തീ കൊണ്ട് ആ മുളങ്കൂട്ടത്തെ ദഹിപ്പിക്കുന്നത് പോലെ ഭഗവാനും ആയുധമെടുക്കാതെ അവരെ തമ്മിൽ തല്ലിച്ച് നശിപ്പിച്ചതിന് ശേഷം അടങ്ങിയിരുന്നു. സയേഷ നരലോകേസ്മിൻ അവതീർണ സ്വമായ രേമേ ശ്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഈ ഭഗവാൻ സ്വന്തം മായ കൊണ്ട് ഈ നരലോകത്തിൽ അവതരിച്ചവനായിട്ട് ഐശ്വര്യപൂർണനാണ് എങ്കിലും പ്രാകൃതനെ പോലെ സ്ത്രീകൾ ഒരുമിച്ച് രമിച്ചു കഴിയുന്നു. ഉദ്ധാമഭാവപിശുനാം അലവൽ ഗുഹാസ വ്രീഡാ വിലോക നിഹതോ മദനോപിയാസം സമ്മുഹ്യ ജാപമജഃ പ്രമദോത്തമസ്ത യസ്യേന്ദ്രിയം വിമദിതും കുഹകേർനശേകു. യാതൊരു സ്ത്രീകളുടെ ഗംഭീരമായ അഭിപ്രായങ്ങളെ സൂചിപ്പിക്കുന്ന നിർമ്മലവും മനോഹരവുമായ പുഞ്ചിരി, ലജ്ജാസഹിതമായ വീക്ഷണം എന്നിവയാൽ ജയിക്കപ്പെട്ട മന്മഥൻ പോലും ഇവരുള്ളപ്പോൾ തൻ്റെ കരിമ്പുവിൽ ആവശ്യമില്ല എന്ന് കരുതി ഉപേക്ഷിച്ചു. ആ ഉത്തമ സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാരെ വശീകരിക്കുന്ന വിലാസങ്ങൾ കൊണ്ട് ഭഗവാന്റെ മനസ്സിലെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭഗവാൻ അവരുമായിട്ട് രമിച്ചെങ്കിലും മനസ്സ് അവരിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് അർത്ഥം. തമയം മന്യതേ ലോകോ ഹസംഗമഭിസംഗിനം ആത്മൗപമ്യേന മനുജം വ്യാപ്യന്വാനം യഥോപുത. അറിവില്ലാത്ത ഈ ലോകർ മനക്ഷോഭമില്ലാതെയും ഒന്നിനോടും ചർച്ചയില്ലാതെയും ഇരിക്കുന്നവനാണ് ഭഗവാൻ എന്ന പരമാർത്ഥത്തെ അറിയുന്നില്ല. അവർ തങ്ങളെപ്പോലെ ഭഗവാനും സ്ത്രീകളോട് ചേർച്ചയുള്ളവനും അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നവനും ആണ് എന്നും അതിനാൽ വെറും മനുഷ്യൻ മാത്രമാണെന്നും കരുതുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ടും പരമാത്മാവിൽ വിലയം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ അഭിനയിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. ഏതദീശനമീശസ്യ പ്രകൃതിസ്തോഭിതൽ ഗുണേ ന യുജ്യതേ സദാത്മസ്തേർ യഥാ ബുദ്ധിസ്തദാശ്രയ. പ്രകൃതിയോട് ചേർന്നിരിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ ഗുണങ്ങളുടെ ശക്തിക്ക് ഭഗവാൻ അധീനനാകുന്നില്ല. അതാണ് ഈശ്വരൻ്റെ ലക്ഷണം. ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും ആത്മാവിൻ്റെ ഗുണങ്ങളായ സത്തയോടും ആനന്ദത്തോടും യോജിച്ച് ഇരിക്കുന്നില്ല. ഗുണങ്ങളുമായിട്ട് ചർച്ച വരുമ്പോൾ ദുഃഖിക്കുന്നു. ഈശ്വരന് ഗുണങ്ങളുണ്ടായി സംഘമില്ല. ഈശ്വരന് ഗുണങ്ങളുമായിട്ട് സംഘമില്ല. അതിനാൽ ഇത്തരം ദുഃഖങ്ങളും ഒന്നുമില്ല എന്ന് സാരം. തം ഏനിരേ ബലാമൂഢാശ്രയണം ചാനുവൃതം രഹ അപ്രമാണ വിഭോഭർത്തും ഈശ്വരം മതയോ യഥാ. അഹങ്കാരവൃത്തികൾ ക്ഷേത്രജ്ഞനായ ഈശ്വരൻ തങ്ങൾക്ക് അധീനനാണെന്ന് വിചാരിക്കുന്നത് പോലെ അറിവില്ലാത്ത അവലകൾ മൂഢത്വം കൊണ്ട് അവനെ തങ്ങൾക്ക് അധീനനും രഹസ്യമായി അനുസരിക്കുന്നവനും ആണ് എന്ന് വിചാരിക്കുന്നു. ശാസ്ത്രം അറിയുന്നവർ ഈശ്വരനെ അറിയുന്നത് പല വിധത്തിലാണ്. ചിലർ ഈശ്വരൻ നിർഗുണനും നിരാകാരനും
അന്തര്യാമിയൊക്കെ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു ചിലർ സഗുണനാണെന്നും എല്ലാറ്റിനും കർത്താവാണെന്നും വിചാരിക്കുന്നു. അതുപോലെ അറിവില്ലാത്ത സ്ത്രീകൾ മായയ്ക്ക് അധീനരായിട്ട് മായാതീതനായ ഭഗവാൻ തങ്ങളുടെ ഭർത്താവാണ് എന്നും തങ്ങൾക്ക് അധീനനാണെന്നും ചിന്തിക്കുന്നു എന്ന് സാരം. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണ ദ്വാരകപ്രവേശോ നാമ ഏകാദശോധ്യായഃ. 1-ാമത്തെ സ്കന്ധം 11-ാം അധ്യായം സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.